ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ ഷാരി വീട്ടിൽ വരുന്ന വേഗം തന്നെ മനോഹറിൻ്റെ റൂമിലേക്ക് പോവാണ്. അവിടെയുള്ള സംഭവങ്ങളൊക്കെ ബാഗും അതുപോലെ തന്നെ അലമാരയൊക്കെ തുറന്ന് നോക്കുകയാണ്. ഭാര്യ എന്ന് പറഞ്ഞ ഒരുത്തിയുണ്ട്, ഭർത്താവിൻ്റെ ഒരു കാര്യം അന്വേഷിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ പെട്ടിയും പാണ്ടും ഒക്കെ തുറന്ന് നോക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ പ്രകാശനെയാണ്. പ്രകാശനാണെങ്കിൽ ആകെ വെറുപ്പ് പൊട്ടി നടക്കുന്ന സമയത്ത് നമ്മുടെ കാർത്തിക അടുത്തേക്ക് വരുന്നുണ്ട്. കാർത്തിക പറയുന്നുണ്ട്, എന്നാലും എനിക്കിപ്പോൾ അച്ഛനോട് അസൂയ തോന്നുന്നത്. എന്താ മോളെ, ഇപ്പം അമ്മ എൻ്റെ കാര്യങ്ങളൊന്നും നോക്കണില്ല, ഇപ്പം അച്ഛൻ്റെ കാര്യം മാത്രമേ നമുക്ക് വിചാരമുള്ളൂ എന്ന് പറയണം. അയ്യോ മോളെ, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ, അമ്മക്ക് ഏറ്റവും ഇഷ്ടം അച്ഛനെ തന്നെയാണ്. പക്ഷേ അമ്മക്ക് ഏറ്റവും ഇഷ്ടം മോളെ തന്നെയാന്ന് പറയുമ്പോൾ പക്ഷെ അങ്ങനെയൊന്നുമല്ല, അമ്മക്കിപ്പോൾ ഏത് നേരം അച്ഛൻ്റെ കാര്യമാണ് അറിയേണ്ടത് എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ അടുത്ത പ്രാവശ്യം കോടതി കൂടുമ്പോഴേക്ക് കൈലാസമൊക്കെ നന്നായിട്ട് കേസ് പഠിച്ചിട്ടേ വരുള്ളൂ. എങ്ങനെ നമുക്ക് ഈ കേസ് ജയിക്കണോ വെച്ചാൽ അച്ഛൻ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടിയേ പറ്റുമെന്ന് പറയാണ്. അച്ഛൻ അമ്മേനെ വിളിച്ചായിരുന്നോ അതൊക്കെ പറയുമ്പോഴേക്കും ഇല്ല മോളെ, വിളിക്കണം എന്നിങ്ങനെ പറയാണ്. അതേസമയത്ത് നമ്മുടെ നമ്മുടെ കിരണും കല്യാണിക്കിനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ലക്ഷ്മി പറയുന്നുണ്ട് കിരണും കല്യാണി പറഞ്ഞിട്ട് അമ്മയും മോളും കൂടി എന്തൊക്കെയോ ഞങ്ങളിൽ നിന്ന് വിളിക്കുന്നുണ്ട്, എന്താണെങ്കിലും പറഞ്ഞു, ജീവൻ കളഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം മോനെ, നിങ്ങളെക്കുറിച്ചും മോൻ്റെ ഫാമിലിനെക്കുറിച്ചും മോളെക്കുറിച്ചും ദീപനെക്കുറിച്ചും എല്ലാം അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നത് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, രണ്ട് ആൾക്കാരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശത്രുക്കളായിട്ടുള്ളത്, ഒന്ന് പ്രകാശനോ പിന്നെ ഒന്ന് എൻ്റെ അമ്മയുടെ ജീവൻ തൊലച്ച ആ രാഹുൽ എന്ന് പറഞ്ഞവനും എന്ന് പറയാണ്. ഒരുപാട് നാൾ എൻ്റെ അമ്മയുടെ ജീവൻ തൊലച്ചവനായത് 10-25 വർഷം. അതിനുശേഷമാണ് ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും ഒന്നായത്. എല്ലാം അറിയാം മോനെ, എല്ലാം അറിയാമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, അങ്ങനത്തെ ഒരു നല്ലൊരു അച്ഛനാണ് കിരണിൻ്റെ അച്ഛൻ. ആ അച്ഛനായിട്ട് എൻ്റെ അമ്മക്ക് ബന്ധമുണ്ടെന്ന് അയാൾ പറഞ്ഞു നടക്കണത് എന്ന് പറയുമ്പോഴേക്കും അയാൾ അങ്ങനത്തെ സ്വഭാവക്കാരനാ എന്ന് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറയാട്ടെ. ആ സമയത്ത് പ്രകാശൻ ലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അയാൾ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ പ്രകാശ് ഏട്ടാ. ലക്ഷ്മി എന്ന് പറയുമ്പോഴേക്കും മോള് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു പ്രകാശ് ഏട്ടാ. ആദ്യ ഭാര്യയും രണ്ടാമത്തെ ഭാര്യയും കൂടി ചെന്നിട്ട് പ്രകാശിനെതിരെ കേസ് കൊടുത്തല്ലേ. അയ്യോ, ആദ്യ ഭാര്യയൊന്നുമില്ല ലക്ഷ്മി, അത് എന്നെ കറക്കി വീഴ്ത്തിയ ഒരുത്തിയ തമിഴ്നാട്ടിൽ വെച്ചിട്ട്. അവൾക്ക് ഒരുപാട് ആൾക്കാരുടെ പ്രണയബന്ധം ഉണ്ടായിരുന്നു. കാണാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീ ആയിട്ട് ഞാൻ അറിയാണ്ടൊന്ന് വീണ് പോയി. പിന്നെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അവരെന്നെ പെടുത്തി കളഞ്ഞതാ. അല്ല, അതിലൊരു മകളുണ്ടെന്ന് പറഞ്ഞാൽ കേട്ടല്ലോ, സത്യയുടെ പ്രകാശേട്ടാ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ മകളോ എനിക്കോ? എനിക്ക് ആ പഴയ ലക്ഷ്മിയിൽ ഒരു മകളും ഇല്ല, അത് വേറെ ആരുടെയും മക്കളായിരിക്കും. എൻ്റെ ഇപ്പോൾ കേസ് എടുത്തപ്പോൾ എൻ്റെ മകളാന്ന് പറയണതാ. അതൊന്നും സാരില്ല പ്രകാശേട്ടാ, എത്രയും പെട്ടെന്ന് ഈ കേസും വക്കീലും വക്കാണും ഒക്കെ ഒന്ന് കളഞ്ഞ് എന്നിട്ട് എത്രയും പെട്ടെന്ന് എൻ്റെ കഴുത്തിൽ താല് കെട്ടിത്താ. മോൾ പ്രകാശേട്ടനെ കുറിച്ച് പറഞ്ഞ് എനിക്ക് പ്രകാശേട്ടൻ സ്വന്തം ആവാൻ തോന്നുവാന്ന് പറയുമ്പോൾ ലക്ഷ്മി വിഷമിക്കൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഒഴിവായിട്ട് ഞാൻ ലക്ഷ്മിയുടെ കഴുത്തിൽ താല് കെട്ടും എന്നിങ്ങനെ പറയുവാണ്. ശരി പ്രകാശേട്ടാ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഫോൺ വെക്കുവാണ്. ശേഷം കിരണോട് കരുത്ത് പറയുന്നുണ്ട്, അയാൾ എന്താ പറഞ്ഞതെന്ന് അറിയാവോ? വിളിച്ചത് വേറെ ആരുമല്ല, മോളുടെ തള്ളേക്കല്ല മോളുടെ അച്ഛനാന്ന് പറയാണ്. അയാൾ എന്താ പറഞ്ഞത്? അയാൾ പറയാം, അയാളെ ആദ്യ ഭാര്യ തമിഴ്നാട്ടിലുള്ള ലക്ഷ്മി ഒരു പ്രണയരോഗിയാണത്രേ, ഒരുപാട് ആണുങ്ങളായിട്ട് ബന്ധമുള്ള ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അയാൾ അങ്ങനെ പറഞ്ഞു നടക്കുള്ളൂ. എൻ്റെ അമ്മേനെയും കിരണേട്ടൻ്റെ അച്ഛനെയും കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു നടക്കണമെന്ന് പറയുമ്പോൾ പറയട്ടെ മോളെ, അയാൾ എന്തായാലും പറയട്ടെ, അയാൾക്കുള്ള പണിയൊക്കെ നമുക്ക് കൊടുത്തോളാം എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, ഒന്നിനും മടിക്കാത്ത ഒരാളാ അവൻ. അയാൾ ഒരു പ്രാവശ്യം ഞങ്ങളുടെ വണ്ടിയിലെ ബ്രേക്ക് കളഞ്ഞതാ, ഞങ്ങൾക്കിടയിൽ അപകടം പറ്റി മരിക്കാനായിട്ട്. പക്ഷേ അയാൾക്കര ആ തലയിൽ വീണു. അയാളുടെ മോനെ അന്ന് വണ്ടി ഓടിച്ചത്, അയാളുടെ മോൻ ആക്സിഡന്റ് പറ്റി സൗണ്ടൊക്കെ പോയതാ. പിന്നെ അയാളുടെ കിഡ്നി കരളോ വിർക്കയോ ഒക്കെ എന്തൊക്കെ കൊടുത്തിട്ടാണ് അയാൾ ആ സൗണ്ട് അവരെ കൊടുത്തതെന്ന് പറയുമ്പോഴേക്കും എന്തെങ്കിലും ആവട്ടെ, എന്തായാലും അയാൾക്കുള്ള പണി നമുക്ക് ശരിക്കും കൊടുക്കാമെന്ന് പറയാണ്. ഒരു സമയത്ത് ഇവൾ ഒരുപാട് ആഗ്രഹിച്ചതാ അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണ് ഇവൾക്ക് ഇത്ര വെറുപ്പായത്. ഇവളെ വെറുക്കുമ്പോഴും ഇവളെപ്പോഴും ചെറുപ്പകാലത്തൊന്നും ആഗ്രഹിച്ചിട്ടുണ്ട് അയാളൊന്ന് മോളേന്ന് വിളിക്കാനായിട്ടെന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അത് ശരിയാ ലക്ഷ്മി അമ്മേ, അയാൾ ഒരു സമയത്ത് എൻ്റെ മോളേന്ന് വിളിക്കാനായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുണ്ട്. സാരില്ല മോളെ, എന്തിനാ അങ്ങനത്തെ ഒരു ജന്മം, അയാളത് മനുഷ്യന്മാരായിട്ട് കൂട്ടാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അതിനുശേഷം പ്രകാശനാകെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തിലേക്ക് കാർത്തിക വരുന്നുണ്ട്. അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട അച്ഛാ, എല്ലാം ശരിയാവും. അടുത്ത കോടതി കൂടെ മുമ്പ് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഇത് ഒഴിവാക്കി എടുത്തേ പറ്റൂ. എൻ്റെ അച്ഛനും അമ്മയും കല്യാണം എത്രയും പെട്ടെന്ന് നടത്തിയേ പറ്റൂ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അച്ഛാന്ന് പറയുമ്പോൾ അതൊക്കെ നടക്കും മോളെ, ഞാനല്ലേ മോളോട് ഉറപ്പ് പറയണത് എന്ന് പ്രകാശ് പറയും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഷാരിനെയാണ്. ഷാരി വരുന്ന കാലത്ത് ഇനി വീട്ടിലിരിക്കുന്ന സമയത്ത് മനോഹർ വരുവാട്ടോ. കുറേ കവറൊക്കെ ആയിട്ടാണ് വരുന്നത്. മനുമോൻ എത്തിയായിരുന്നു. എവിടെയാണ് മനുമോനെ പോയത്? എവിടെയായിരുന്നു മീറ്റിംഗ്?
ആരായിട്ടായിരുന്നു മീറ്റിംഗ്? ഏത് ബിസിനസ്സായിട്ട് അക്കാരായിട്ടായിരുന്നു മീറ്റിംഗ് എന്നൊക്കെ ഷാരി ചോദിക്കുമ്പോൾ, അതോ അത് ജപ്പാനിൽ നിന്ന് വന്ന 2-3 പേരായിരുന്നു. ആണോ? എവിടെ വെച്ചിട്ടായിരുന്നു മോനെ മീറ്റിംഗ്? അതോ ജുബിറ്റ ഹോട്ടൽ അല്ലേ? ഞാനിതുവരെ അവിടെ പോയിട്ടില്ല എന്ന് ഷാരി പറയാണ്. അതിനെന്താ, നമുക്കൊരു ദിവസം അങ്ങോട്ട് പോവാലോ എന്ന് പറയാണ്. അതിനുശേഷം ഷാരി പറയണ്ട, അതേ മോനെ, ഞാൻ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയപ്പോഴേ അവരെ കണ്ടിരുന്നു, ആ നിഷയുടെ അമ്മേനെയും എന്ന് പറയുമ്പോഴേക്കും മനോഹർ ആകെ നെട്ടു കേട്ടോ. എന്താ മോനെ അവരുടെ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് നെട്ടുന്നത്? ഒന്നുമില്ല, അവരെന്നെക്കുറിച്ചൊന്നും പറഞ്ഞായിരുന്നോ? മോനെക്കുറിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. ഇവിടെ ഒരു വട്ടനുണ്ടല്ലോ, ആ രാഹുൽ, അയാളെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അയാളെന്തോ അവളുടെ ജീവിതം അറിഞ്ഞു വെച്ചുകൊണ്ട് തകർത്തു എന്നൊക്കെ രീതിയിൽ. പിന്നെ അയാളുടെ മോളുണ്ടല്ലോ, ആ നിഷ, അവർക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു മോനെ. എന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അല്ല, അവിടെ കഴുത്തിൽ താലിയില്ല. അന്ന് ഹോസ്പിറ്റലിൽ നിന്നപ്പോഴും താലി ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും താലിയില്ല. മാത്രമല്ല എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അമ്മ അതൊന്നും സംസാരിക്കാൻ പോകണ്ട, എന്തായാലും അവരുടെ അതൊക്കെ സംസാരിക്കാൻ പോകണമെന്ന് പറയാം. എന്തായാലും സംസാരിക്കണമെന്നില്ല, ഞാനേ എത്രയും പെട്ടെന്ന് സരയൂരിയെ മോളെ കാണട്ടെ, എന്നെ കാത്തിരിക്കുകയായിരിക്കും 2 പേര്. ശരി മോനെ എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ മനോഹർ മുകളിലേക്ക് കയറി പോവാട്ടോ. മുകളിലേക്ക് കയറുമ്പോൾ ഷാരിനെ ഒന്ന് നോക്കുന്നുണ്ട്. ഷാരി മനോഹര ദേഷ്യത്തോട് കൂടി നോക്കുവാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ്. സരയു കുഞ്ഞിൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ഷാരി സരയുടെ അടുത്തേക്ക് വരുവാണ്. അമ്മേ എന്ന് പറയുമ്പോഴേക്കും, മോളിനൊരു കാര്യം പറ്റേ, എത്രയും പെട്ടെന്ന് മോൾ മനുവിനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോകണം. എന്താ അമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞത് മോളൊന്ന് കേക്ക്, മോളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയണതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനോഹർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല, എന്താ അമ്മയും മോളും കൂടി സംസാരിക്കുന്നത്? ഇപ്പം അമ്മക്ക് ഏറ്റവും കൂടുതൽ ധൃതി, നമുക്ക് ഏറ്റവും ഇത്രയും പെട്ടെന്ന് അമേരിക്കയിൽ പോകണമെന്ന് അമ്മ പറയണത്. അതെ, ഞങ്ങൾ ആദ്യം അമേരിക്കയിൽ പോകുമ്പോൾ അമ്മേനെ കൊണ്ടുപോകില്ല, അത് കഴിഞ്ഞിട്ട് അമ്മേനെ കൊണ്ടുപോകുള്ളൂ എന്ന് പറയുമ്പോൾ, എന്നെ പിന്നെ കൊണ്ടുപോയാൽ മതി, എനിക്കതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകും. എന്താ അമ്മ ഇപ്പം ഇങ്ങനെയൊക്കെ പറയണത് പറയുമ്പോൾ, ഒന്നുമില്ല മോനെ, കുറേ നാളായില്ലേ അമേരിക്കയിൽ പോകണമെന്ന് പറയണത്. ഇപ്പം മോൾക്ക് കുഞ്ഞിന് എന്തായാലും 1 മാസമൊക്കെ ആവാനായില്ലേ, ഇനി അമേരിക്കയിൽ പോകാമല്ലോ എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം മനോഹർ നമ്മുടെ ഷാരിനെ ശരിക്കും നോക്കുന്നുണ്ട്. എന്തൊക്കെയോ ഒരു എന്താണ് സംശയം അമ്മായിയുടെ മനസ്സിൽ കയറിയും തോന്നുന്നുണ്ടല്ലോ എന്ന് നമ്മുടെ മനോഹർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഷാരി അവിടെ നിന്ന് പോകുകയാണ്. ഷാരി അവിടെ നിന്ന് പോയിട്ട് നേരെ റൂമിലേക്ക് കയറിയിട്ട് ഫോൺ എടുക്കുവാണ്. എന്നിട്ട് ജുബീറ്റ ഹോട്ടലിലേക്ക് വിളിക്കുന്നുണ്ട്. ഹലോ എന്ന് ജുബീറ്റ ഹോട്ടലിലെ ആ റിസപ്ഷനിസ്റ്റ് ഫോൺ എടുക്കുവാണ്. അവിടെ ഇന്ന് മനോഹർ എന്ന് പറഞ്ഞ ആരെങ്കിലും റൂം എടുത്തായിരുന്നോ? എന്താ മേഡം കാര്യം എന്ന് മറ്റേ റിസപ്ഷനിസ്റ്റ് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. മനോഹർ എന്ന് പറഞ്ഞ ആരും ഇന്ന് റൂം എടുത്തിട്ടില്ല മേഡം. ഇതിനടുത്തെങ്ങാനും എടുത്തിട്ടുണ്ടായിരുന്നു? ഇല്ല മേഡം, അങ്ങനത്തെ ഒരാളും ഇതുവരെ റൂം എടുത്തിട്ടില്ല എന്ന് പറയാണ്. ഷാരിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നും കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷാരി ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നീട് കണ്ടിട്ട് മനോഹറിനെയാണ്. മനോഹറിൻ്റെ അടുത്ത് നമ്മുടെ സരയു പറയുന്നുണ്ട്, അമ്മക്ക് എന്തൊക്കെയോ സംശയമോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. ഈ വീടിപ്പോൾ ഒരു ഭ്രാന്താലയമായി പോയി മനുവേട്ട എന്ന് പറയാണ്. ആ സമയത്ത് മനു എന്ന് പറയുന്നുണ്ട്, അമ്മക്ക് എന്തോ സംശയം കയറിയിട്ടുണ്ട് എന്ന് മനു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഷാരിയാണെന്നുണ്ടെങ്കിൽ മനോഹറിനെ സംശയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.